അർജുൻ ആംഗിക്കെതിരെ പിടിമുറുക്കാൻ പോലീസ്. ആംഗിയുടെ വീട്ടിൽ പോലീസ് പരിശോധന നടക്കുകയാണ്. കപ്പക്കടവിലെ വീട്ടിലാണ് കണ്ണൂർ സൈബർ ക്രൈം പോലീസ് പരിശോധന നടത്തുന്നത്. അതേസമയം അർജുനെതിരെ ഊന്നുകൽ സിഐയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തും. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. അർജുൻ കല്യാണ വിവരങ്ങളുമായി. അർജുൻ, ആംഗിക്കെതിരെ കപ്പ ചുമത്താനുള്ള നടപടികളിലേക്ക് കടക്കുന്നു പോലീസ് എന്ന സൂചനകളുണ്ട്. ഇപ്പോൾ വീട്ടിൽ റെയ്ഡ് നടക്കുകയാണോ? തീർച്ചയായിട്ടും അഴീക്കോട് കപ്പക്കടവിലുള്ള അർജുൻ ആംഗിയുടെ വീട്ടിലാണ് ഇപ്പോൾ പോലീസിന്റെ പരിശോധന നടത്തുന്നത്. കണ്ണൂർ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിലുള്ള CI ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരാണ് ഇവിടെ പരിശോധന നടത്തുന്നത്. വീട്ടിൽ ഇപ്പോൾ ആംഗിയുടെ അമ്മ മാത്രമേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ഇവരിൽ നിന്നും മൊഴിയെടുക്കുകയാണ് ഈ പോലീസ് സംഘം എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാവുന്ന സൂചന. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അർജുൻ ആംഗിയുടെ സുഹൃത്തുക്കളും അർജുൻ ആംഗിയെ ഒളിച്ച് കഴിയാനുള്ള സഹായം ചെയ്ത് നൽകുകയുമൊക്കെയായി ബന്ധപ്പെട്ടുകൊണ്ട് പരിശോധനയും അന്വേഷണമൊക്കെ പോലീസിന്റെ ഭാഗത്ത് നടത്തിയിരുന്നു. അത്തരം കർശനമായ രീതിയിലുള്ള ഒരു പരിശോധനയിലേക്ക്, ഒരു അന്വേഷണത്തിലേക്കൊക്കെ തന്നെയാണ് ഇപ്പോൾ പോലീസ് കടക്കുന്നത്. ഇപ്പോൾ പ്രധാനമായും ഈ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള പോലീസിനെയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും ഒക്കെ അവഹേളിച്ചു എന്നുള്ള ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പ്രധാനമായ അന്വേഷണം നടക്കുന്നത്. ഇതിനകത്ത് അർജുൻ ആംഗിയുടെ മൊബൈൽ ഉൾപ്പെടെ കണ്ടെത്തേണ്ടതുണ്ട് എന്നുള്ളൊരു വിലയിരുത്തൽ പോലീസിനുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസിന് ലഭ്യമായിട്ടുള്ള മൊബൈൽ അത് അർജുൻ ആംഗി ഉപയോഗിക്കുന്ന മൊബൈൽ അല്ല എന്നുള്ളതാണ് പോലീസിന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് പിടികൂടുകയാണെങ്കിൽ പോലീസിന് കൈമാറാൻ വേണ്ടി ഒരു മൊബൈൽ ഫോൺ അർജുൻ ആംഗി കൈവശം കരുതിയിരുന്നു. അതിനകത്ത് സിം കാർഡ് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ കൂടുതൽ തെളിവുകൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണത്തിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ പരിശോധനയുടെ ഭാഗമായി ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നിലവിലെന്തായാലും നമുക്കിവിടെ കാണാൻ വേണ്ടി കഴിയുന്നത് വാതിലടച്ച് ഉള്ളിൽ ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥർ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഈ സംഘത്തിലുണ്ട്. അവരാണ് ഈ പറയുന്ന രീതിയിൽ ഈ പരിശോധന നടക്കുന്നത്. അമ്മയുടെ മൊഴിയാണ് വിവരങ്ങളാണ് ഇപ്പോൾ അർജുൻ കല്യാട് നൽകിയത്.